Hello everyone. ഇന്നത്തെ അഡ്വാൻസ് ടോപ്പിക് ഇൻ ഡാറ്റാബേസ് ഡിസൈൻ്റെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഡാറ്റാബേസ് ആണ്. ഓക്കെ, അപ്പം നമുക്കൊരു മൊബൈൽ ഡിവൈസ് എന്താണെന്ന് അറിയാം അല്ലേ. അതായത് മൊബൈൽ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസാണ് നമ്മൾ മൊബൈൽ ഡിവൈസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ മൊബൈൽ ഫോൺസ്, ലാപ്ടോപ്സ്, പിന്നെ PDA, പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻസ്, അങ്ങനത്തെ ഡിവൈസസ്. അതായത് ഒരു ഹാർഡ്വെയർ കൺസ്ട്രെയിൻറ്റ് കാരണം നമുക്ക് ഒരു പൊസിഷനിൽ തന്നെ വെച്ച് യൂസ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഫ്രീലി മൂവ് ചെയ്തിട്ട്, അതായത് ഡിഫറെൻറ്റ് ലൊക്കേഷൻസിനും ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റത്തിനാണ് നമ്മൾ നോർമലി മൊബൈൽ സിസ്റ്റംസ് എന്ന് പറയാം അല്ലേ. അപ്പോൾ അങ്ങനത്തെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ്, അപ്പം ഒരു ഒരു സിസ്റ്റം മൊബൈൽ ആവുന്നതിന് കൂടെ തന്നെ എന്ത് വേണ്ടി വരും, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എന്താവേണ്ടി വരും, മൊബൈൽ ആവേണ്ടി വരും അല്ലേ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു നെറ്റ്വർക്ക് കേപ്പബിലിറ്റി ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ ഫുൾ ടൈം നമ്മൾ കണക്റ്റഡ് ആവണമെന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഓൾവേസ് ഓൺ ആയിട്ടുള്ളൊരു സെർവർ പോലത്തെ ഒരു സിസ്റ്റത്തിനകത്ത് നമ്മൾ എന്തായിരിക്കും എപ്പോഴും ഫുൾ ടൈം നമുക്ക് ഡാറ്റാബേസിലേക്ക് ആക്സസ് ഉണ്ടാവും, റൈറ്റ്. പക്ഷേ മൊബൈൽ ഡിവൈസസ് അങ്ങനെ ആവണമെന്നില്ല. നമുക്ക് നെറ്റ് ഇല്ലാത്ത സമയത്ത് നമുക്കൊരു സെർവറിൽ സ്റ്റോർ ചെയ്ത് ഡാറ്റാബേസോട് കണക്ഷൻ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും അതുപോലെ തന്നെ മൊബൈൽ ഡിവൈസസിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസസിനാണ് നമ്മൾ മൊബൈൽ ഡാറ്റാബേസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മുടെ ഫോണിൻ്റെ അകത്താണെങ്കിലും കമ്പ്യൂട്ടറിൻ്റെ അകത്താണെങ്കിലും ഒക്കെ നമുക്ക് എന്തുണ്ട്, ഇൻബിൽഡ് ആയിട്ടൊരു ഡാറ്റാബേസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ ഫോണിലുള്ളതാണ് SQLൻ്റെ തന്നെ SQLite എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാറ്റാബേസ് ആണ് നോർമലി ആൻഡ്രോയിഡ് ഡിവൈസസിൻ്റെ അകത്ത് ഇൻബിൽഡ് ആയിട്ട് വരുന്നത്. അത് ആൻഡ്രോയിഡിൻ്റെ ആർക്കിടെക്ചറിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, അത് വെരി സിമിലർ ടു സാധാരണ നമ്മളെ SQL സ്ട്രക്ചർഡ് ക്വറി ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം വാട്ട് ഇസ് എ മൊബൈൽ ഡാറ്റാബേസ്. മൊബൈൽ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്പോർട്ടബിൾ, പോർട്ടബിൾ ആൻഡ് ഫിസിക്കലി സെപ്പറേറ്റ് ഓർ ഡിറ്റാച്ച്ഡ് ഫ്രം കോർപ്പറേറ്റ് ഡാറ്റാബേസ്. അതായത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കോർപ്പറേറ്റ് ആയിട്ടുള്ള ഡാറ്റാബേസ്, അതായത് സെൻട്രലി സെർവറിലൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാബേസിന് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഫിസിക്കലി സെപ്പറേറ്റ് ആയിരിക്കും. അതായത് നമുക്ക് എന്തുണ്ടാവില്ല, അതിൻ്റെ അകത്തേക്ക് ഒരു ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പം വേറൊരു ഡിവൈസിലായിരിക്കും, അതുകൊണ്ടാണ് ഫിസിക്കലി സെപ്പറേറ്റ്, സെയിം ഡിവൈസിലല്ല ആക്സസ് ചെയ്യുന്നത്. പിന്നെ പോർട്ടബിൾ ആണ് അല്ലേ, നമ്മൾ ഡിഫറെൻറ്റ് ലൊക്കേഷൻസിന് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിലാണ് നമ്മളത് യൂസ് ചെയ്യുക. പിന്നെ ട്രാൻസ്പോർട്ടബിൾ, ഒരു ലൊക്കേഷൻ വേറെ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനത്തെ ഒരു ഡാറ്റാബേസ് ആണ് എന്ത്, മൊബൈൽ ഡാറ്റാബേസ്. ബട്ട് ഹാസ് എ capability to communicate with those servers. അതായത് നമുക്ക് എന്ത് ചെയ്യാം, മൊബൈൽ ഡാറ്റാബേസ് വെച്ചിട്ട് മൊബൈൽ ഡിവൈസസിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ സെൻട്രലൈസ്ഡ് സെർവേഴ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അത് സെൻട്രലൈസ്ഡ് സെർവേഴ്സിനാണ് നമ്മൾ കോർപ്പറേറ്റ് സെർവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനത്തെ സെർവേഴ്സിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അവിടുന്ന് ഡാറ്റ ആക്സസ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ പറ്റും. ഓക്കെ, പിന്നെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വിത്ത് മൊബൈൽ ഡാറ്റാബേസസ് യൂസേഴ്സ് ഹാവ് ആക്സസ് ടു കോർപ്പറേറ്റ് ഡാറ്റ ഓൺ ദർ ലാപ്ടോപ്പ്, PD ആൻഡ് അതർ ഇന്റർനെറ്റ് ആക്സസ് ഡിവൈസസ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ മൊബൈൽ ഡാറ്റാബേസസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ കോർപ്പറേറ്റ് ഡാറ്റാബേസിലെ ഡാറ്റനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ സ്പെസിഫിക് മൊബൈൽ ഡിവൈസസിൽ വ്യൂ ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ ആക്സസ് ചെയ്യാനും പറ്റും. Okay, based on particular necessity of mobile applications, in many of the cases the user might use mobile devices and log on to any corporate database server and work with database there. Okay, അതായത് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു റിമോട്ടായിട്ട് ലോഗിൻ ചെയ്യും. അതായത് നമുക്ക് അറിയാം ഒരു ഡയറക്റ്റ് കണക്ഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു നോർമൽ കേസിൽ നമ്മൾ ഡയറക്റ്റ്ലി നമുക്ക് ആ സെർവറിനോട് കണക്ട് ചെയ്യാം അല്ലേ. അപ്പം അത് ലാനൊക്കെ യൂസ് ചെയ്തിട്ട്, അതല്ലാതെ നമുക്ക് ഇതിലിപ്പോൾ എന്താണ്, നമ്മളൊരു റിമോട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അങ്ങനെയാണ് ആ ഒരു കണക്ഷനിൽ ലോഗിൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഡാറ്റാബേസിലെ കണ്ടന്റിനെ എഡിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിനെ ആക്സസ് ചെയ്യുന്നതും ഒക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡാറ്റേനെ അതായത് നമുക്ക് ലൈവായിട്ട് ഇങ്ങനെ ഒരു റിമോട്ട് കണക്ഷൻ വെച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ആ ഡാറ്റേനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പിന്നീട് എന്ത് ചെയ്യാം, നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് ആ ആ ഡാറ്റേൻ്റെ മുകളിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഓൺലൈൻ ആവുന്ന സമയത്ത് നമുക്ക് ആ ഡാറ്റ സിങ്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മേജർ ഡിഫറൻസ്. അതായത് നമ്മൾ എപ്പോഴും കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഡാറ്റാബേസ് ആവുന്ന സമയത്ത്, സാധാരണ ഒരു ഡാറ്റാബേസ് സ്കീം ആവുന്ന സമയത്ത് നമ്മൾ കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ എന്താവുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി ഡാറ്റാബേസിലേക്ക് റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. ബട്ട് നമ്മളൊരു മൊബൈൽ ഡിവൈസിൻ്റെ അകത്ത് നമ്മൾ എപ്പോഴും ഫുൾ ടൈം കണക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻകൺസിസ്റ്റൻസി എപ്പോഴും എന്തുണ്ടാവും, ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് നമ്മളെ ഫോണിൻ്റെ സൈഡിൽ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടി വരും ഈ ഡാറ്റനെ. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ കോർപ്പറേറ്റ് ആൻഡ് മൊബൈൽ ഡാറ്റാബേസസ് ഇസ് യൂസ്വലി ഡിസ്കണ്ടിന്യൂസ്. അതായത് നമ്മൾ ഫ്രം ടൈം ടു ടൈം ആയിരിക്കും എന്ത് ചെയ്യുക, ആ ഒരു ഡാറ്റാബേസിലേക്ക് ആക്സസ് ചെയ്യുക. ഓക്കെ, അതായത് നമ്മൾ ചിലപ്പം ഓഫ്ലൈൻ ആവുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവില്ല, ആ ഒരു ഡാറ്റാബേസിലേക്ക് ആക്സസ് ഉണ്ടാവില്ല.
and typically established or gets its connection for a short duration of time at irregular intervals. നേരത്തെ പറഞ്ഞത് തന്നെയാണ് പറഞ്ഞത്. The two main issues associated with mobile database are management of mobile database and the communication between the mobile and corporate database. അതായത് നമ്മളെ മൊബൈൽ ഡാറ്റാബേസിനെ മാനേജ് ചെയ്യുക, അതായത് അത് എപ്പോഴും അപ് ടു ഡേറ്റ് ആണോ, അതുപോലെ തന്നെ അതിലെ വാല്യൂസ് എന്താണ് വാലിഡ് ആണോ എന്നുള്ളത് മാനേജ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ആ ഒരു കോർപ്പറേറ്റ് ഡാറ്റാബേസിലേക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ഡാറ്റ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് എന്നുള്ളതാണ് രണ്ട് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് പറയുന്നത്. നമ്മളിനി പോകുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് ഒരു മൊബൈൽ ഡാറ്റാബേസിന് വേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, കമ്പോണൻസ് ഓഫ് എ മൊബൈൽ ഡാറ്റാബേസ് എൻവയോൺമെൻറ്റ്, അതായത് ഒരു മൊബൈൽ ഡാറ്റാബേസ് എൻവയോൺമെൻറ്റിൽ എന്തൊക്കെ കമ്പോണൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ, കോർപ്പറേറ്റ് ഡാറ്റാബേസ് സെർവർ ആൻഡ് DBMS that deals with and stores the corporate data and provides corporate applications. അതായത് നമ്മൾ നോർമലി കാണുന്ന കോർപ്പറേറ്റ് ആയിട്ടുള്ള ഡാറ്റാബേസസ് ആണ് ഫസ്റ്റത്തെ സംഭവം. ഓക്കെ, അതായത് നമ്മളെ സെൻട്രലൈസ്ഡ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് ഉണ്ടാവും, അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഓക്കെ, രണ്ടാമത്തെ റിമോട്ട് ഡാറ്റാബേസ് ആൻഡ് DBMS യൂഷ്വലി മാനേജസ് ആൻഡ് സ്റ്റോർസ് മൊബൈൽ ഡാറ്റ ആൻഡ് പ്രൊവൈഡ്സ് മൊബൈൽ ആപ്ലിക്കേഷൻസ്. അതായത് നമ്മളെ ഫോണിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന എന്തുണ്ടാവും, അപ്ലിക്കേഷൻസും അതിൻ്റെ ഡാറ്റയും ഉണ്ടാവും. പിന്നെ മൊബൈൽ ഡാറ്റാബേസ് പ്ലാറ്റ്ഫോം ദാറ്റ് ഇൻക്ലൂഡ് ലാപ്ടോപ്പ് റിമോട്ട് ഡാറ്റാബേസ് ആണ്, അതായത് സെപ്പറേറ്റ് ആയിട്ട് റിമോട്ട് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒരു ഡാറ്റാബേസ്, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളത് അല്ലാതെ ഒരു റിമോട്ട് ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ്. പിന്നെ മൂന്നാമത്തെയാണ് നമ്മളെ ഫോണിലുള്ള മൊബൈൽ ആയിട്ടുള്ള ഡാറ്റാബേസ്, അത് നമ്മളെ ഡിവൈസസിൽ ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ള ഡിവൈസസിൽ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കോർപ്പറേറ്റ് ആൻഡ് മൊബൈൽ DBMS, നമ്മളെ നമ്മളെ മൊബൈലിൽ നിന്ന് ആ കോർപ്പറേറ്റ് ആയിട്ടുള്ള ഡാറ്റാബേസിലേക്കുള്ള ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു കണക്ഷൻ. ഇതൊക്കെയാണ് എന്ത് മെയിനായിട്ട് നമ്മളെ മൊബൈൽ ഡാറ്റാബേസ് എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന കമ്പോണൻസ്. നെക്സ്റ്റ് നോക്കാം. Additional functionality required for mobile database management system to include capability to, അതായത് എന്തൊക്കെ കേപ്പബിലിറ്റി ആണ് വേണ്ടതെന്ന്. കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സെൻട്രലൈസ്ഡ് ഓർ പ്രൈമറി ഡാറ്റാബേസ് ത്രൂ മോഡ്സ്, അതായത് നമുക്ക് ആ ഒരു സെൻട്രലൈസ്ഡ് ഡാറ്റാബേസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ റിപ്പീറ്റ് ദോസ് ഡാറ്റ ഓൺ ദ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ആൻഡ് മൊബൈൽ ഡിവൈസ്, അതായത് സെയിം ഡാറ്റ നമുക്ക് അവിടെയും ഇവിടെയും ഒരു എന്താണ് ചേഞ്ച് ഇല്ലാതെ വ്യൂ ചെയ്യാൻ പറ്റണം അല്ലേ. അതായത് ഇപ്പോൾ ഇന്ന് ഞാൻ അവിടെ നോക്കുമ്പോൾ അവിടുത്തെ വാല്യൂ 10 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ എന്തായിരിക്കണം 10 ആവണം. ഓക്കെ, അപ്പോൾ ആ ഒരു സിമിലാരിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. പിന്നെ മൂന്നാമത്തത് കോർഡിനേറ്റ് ഡാറ്റ ഓൺ ദ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് സെർവർ ആൻഡ് മൊബൈൽ ഡിവൈസ്, അതായത് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കോർഡിനേറ്റ് ചെയ്തിട്ട് രണ്ട് സ്ഥലത്ത് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ ക്യാപ്ചർ ഡാറ്റ ഫ്രം എ റേഞ്ച് ഓഫ് സോഴ്സസ് സച്ച് ആസ് ദ ഇൻ്റർനെറ്റ്, അതായത് ഇൻ്റർനെറ്റിൽ നിന്ന് പോലത്തെ അല്ലെങ്കിൽ കുറേ സോഴ്സസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം. പിന്നെ ഡീൽ വിത്ത് ദോസ് ഡാറ്റ ഓൺ ദ മൊബൈൽ ഡിവൈസ്, അത് ആ ഡാറ്റ നമുക്ക് എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ആക്സസ് ചെയ്യാനോ ഉള്ള ഫീച്ചേഴ്സ് നമ്മളെ മൊബൈൽ ഡിവൈസിന് ഉണ്ടാവണം. പിന്നെ അനലൈസ് ദോസ് ഡാറ്റ ഓൺ മൊബൈൽ ഡിവൈസ്, ആ ഡാറ്റ നമുക്ക് അനലൈസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് വേണം. പിന്നെ ക്രിയേറ്റ് കസ്റ്റമൈസ്ഡ് ആൻഡ് പേഴ്സണലൈസ്ഡ് മൊബൈൽ ആപ്ലിക്കേഷൻസ്, ഈ ഡാറ്റയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മൊബൈൽ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അങ്ങനത്തെ നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് നമ്മളെ യൂസിനനുസരിച്ച് ഈ ഡാറ്റാബേസിന് വാല്യൂ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റണം. ചാലഞ്ചസ് എന്തൊക്കെയാണ് ഈ ഒരു മൊബൈൽ ഡാറ്റാബേസിന് ഉണ്ടാകുന്ന ചാലഞ്ചസ് ആണ്. ഫസ്റ്റ് വൺ, ഡിസ്കണക്ഷൻ. ഒബ്വിയസ്ലി നമുക്കിപ്പോൾ നോർമലി നമ്മളെ സിസ്റ്റത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഡാറ്റാബേസിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കണക്ഷൻ എന്നൊരു കോൺസെപ്റ്റിനെ പറ്റി വലിയ ടെൻഷൻ ആവില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇപ്പം നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസ് ആണെങ്കിൽ, അതായത് ഇപ്പം ലാൻ പോലെ നമ്മൾ കണക്ട് ചെയ്തൊരു ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എന്താണ് സെൻട്രലൈസ്ഡ് സെർവറിനോട് നമ്മൾ കണക്റ്റഡ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരിക്കലും എന്താണ് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിസ്റപ്ഷൻ വരുന്നില്ല. അതായത് ഇപ്പം ഞാൻ ഇന്നിവിടെ സപ്പോസ് നമ്മളെ ഒരു സിസ്റ്റം ഉണ്ട്, ഒരു സെർവറും ഉണ്ട്, നമ്മളെ സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മളെ സിസ്റ്റത്തിൽ നിന്ന് ആ സെർവറിലുള്ള ഒരു വാല്യൂ, ഇപ്പം നെയിം വിനായക് എന്നുള്ള നെയിം ഞാൻ മാറ്റിയിട്ട് ഇപ്പം വേറെ എന്തെങ്കിലും ഒരു നെയിം കൊടുത്തു വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആ നെയിം കൊടുക്കുന്നത് എന്താണ് ലൈവായിട്ട് നടക്കും. അറ്റ് ദ സെയിം ടൈം സപ്പോസ് ഞാനൊരു മൊബൈൽ ഡിവൈസാണ് അത് ചെയ്യുന്നത്, പക്ഷേ എൻ്റെ നെറ്റ് എന്താണ് ഓഫാണ് അല്ലേ. അപ്പോൾ നെറ്റ് ഞാൻ ഓഫാക്കിയിട്ട് ഞാനത് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും നമ്മുടെ മൊബൈൽ ഡിവൈസിൽ അത് ചിലപ്പോൾ എന്തായിട്ടുണ്ടാവും, റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് മൊബൈൽ ഡിവൈസിൽ നമ്മളൊരു ലോക്കൽ കോപ്പി മെയിൻറ്റെയിൻ ചെയ്യല്ലോ, അതിലെന്ത് ചെയ്തിട്ടുണ്ടാവും, റിഫ്ലക്റ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ അത് എന്തായിട്ടുണ്ടാവില്ല, ഒറിജിനൽ ഡാറ്റാബേസിൽ ഞാനത് പേര് മാറ്റിയത് അവിടെ മാറി വന്നിട്ടുണ്ടാവില്ല, സ്പെല്ലിങ് മാറി വന്നിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവും ചാൻസ് ഉണ്ട്. അത് ഡിസ്കണക്ഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊണ്ട് ആണ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നോർമലി ചെയ്യുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ടൈം നോക്കും, അതായത് അപ്ഡേറ്റ് ചെയ്ത ടൈം. അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത ടൈം എന്ന് പറയുന്നത്
പുതിയ ടൈം ആണെങ്കിൽ, അതായത് പുതിയതായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നെറ്റ് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, അപ്പുറത്തൊരു ചേഞ്ച് വരുത്തും. ഓക്കെ. രണ്ടാമത്തത് ലോ ബാൻഡ് വിഡ്ത്ത്, അതായത് കണക്ഷൻ നമുക്ക് കറക്റ്റ് രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഹൈ ബാൻഡ് വിഡ്ത്ത് വേരിയബിലിറ്റി, അതായത് വേരിയബിൾ ആയിട്ടുള്ള ഒരു ബാൻഡ് വിഡ്ത്ത് ഉണ്ടെങ്കിൽ പിന്നെ ലോ പവർ ആൻഡ് റിസോഴ്സസ്. നമുക്കറിയാം നമ്മളെ മൊബൈൽ ഡിവൈസസിന് എന്തുണ്ടാവില്ല, നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ അത്രയും പവർ ഉണ്ടാവില്ല അല്ലേ. നമ്മളെ പ്രോസസ്സിങ് കപ്പാസിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ സ്റ്റോറേജ് കപ്പാസിറ്റി ആണെങ്കിലും വളരെ ലിമിറ്റഡ് ആണ്. ഇപ്പം വലിയൊരു ഡാറ്റാബേസ്, ഇപ്പം എന്താണ് ഒരു വലിയൊരു സെർവറിലൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് എൻറ്റയർലി നമ്മളെ ഫോണിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഒരു ചെറിയൊരു പാർട്ട് മാത്രമേ അതിൻ്റെത് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ചാലഞ്ചസ് ഉണ്ട്. പിന്നെ സെക്യൂരിറ്റി റിസ്ക്, അതായത് നമ്മളൊരു കണക്റ്റഡ് മീഡിയത്തിലൂടെ സെൻഡ് ചെയ്യുന്ന സമയത്ത് ലാൻ പോലത്തെ ഒരു മീഡിയം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സേഫ് ആണ്. കാരണം നമ്മൾ അതിലേക്കൊരു എക്സ്റ്റേണൽ കണക്ഷൻ ഫിസിക്കലി എസ്റ്റാബ്ലിഷ് ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഡിവൈസസിൻ്റെ ഇടയിലുള്ള മെസ്സേജസ് എടുത്തിട്ട് അതിനെ ഹാക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം നമ്മളിപ്പോൾ ഒരു അതായത് വയർലെസ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ എന്താണ് പബ്ലിക്കലി നമുക്ക് എടുക്കാൻ കുറച്ചും കൂടെ സേഫർ, സേഫർ എന്നല്ല, കുറച്ചും കൂടെ ഈസിയർ ആണ്. ആ ഡാറ്റ കുറച്ചും കൂടെ എന്താണ് സേഫ്റ്റി കുറവാണ് ആ ഡാറ്റേൻ്റെ അല്ലേ. അപ്പോൾ സെക്യൂരിറ്റി റിസ്ക്കും എന്താണ് കുറച്ചും കൂടെ ഹൈ ആണ് എന്തിന്, മൊബൈൽ ഡാറ്റാബേസ് ഉള്ള സമയത്ത്. എന്താ വെച്ച് കഴിഞ്ഞാൽ 2 കോപ്പി ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ആ കോപ്പീൻ്റെ തമ്മിലുള്ള ഷെയറിംഗ് ഒക്കെ എന്താണ് നടക്കുന്നത് വിയ ഓൺലൈൻ ആണ് അല്ലേ. അതായത് ഒരു ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു പേഴ്സണൽ സ്പേസ് അല്ല, ഒരു കംപ്ലീറ്റ്ലി അതായത് ഹോൾ വേൾഡ് ആക്സസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചേഞ്ചസും, അതായത് ഇപ്പോൾ ഒരു ഡാറ്റാബേസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡാറ്റാബേസ് ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിലോ ഒക്കെ ചെയ്യുന്നത് ഇൻ്റർനെറ്റ് ത്രൂ ആണ്. അപ്പോൾ എന്തുണ്ടാവും, അതിൻ്റേതായിട്ടുള്ള സെക്യൂരിറ്റി റിസ്കുകൾ ഉണ്ടാവും. പിന്നെ വൈഡ് വെറൈറ്റി ടെർമിനൽസ് ആൻഡ് ഡിവൈസസ് വിത്ത് ഡിഫറെൻറ്റ് കേപ്പബിലിറ്റീസ്, അതായത് നമ്മളൊരു മൊബൈൽ ഡിവൈസസ് എന്ന് പറയുന്നത് എന്താണ്, പല ടൈപ്പ് ഉണ്ടാവാം അല്ലേ. പല ഡിവൈസസ് പല രീതിയിലായി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു 10 കോളം ഉള്ളൊരു ഡാറ്റാബേസ് എടുത്ത്, ഓക്കെ, അതെനിക്ക് കമ്പ്യൂട്ടറിൽ കാണുന്ന സമയത്ത് എന്തായിരിക്കും എപ്പോഴും ഓറിയൻറ്റേഷൻ ഒക്കെ സെയിം ആയിരിക്കും. അതേസമയം മൊബൈൽ ഡിവൈസസിനുള്ളൊരു മെയിൻ ആയിട്ടുള്ള നമ്മൾ കാണുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻ ഓറിയൻറ്റേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ആപ്പ് ഡെവലപ്പ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും, അതായത് ഈ സ്ക്രീനിൻ്റെ ഓരോ സ്ക്രീൻ, ഇപ്പോൾ നമ്മളെ ചില ഫോണിൻ്റെ സ്ക്രീൻ ചെറുതായിരിക്കും അല്ലേ, ചില ഫോണിൻ്റെ സ്ക്രീൻ വലുതായിരിക്കും. അപ്പോൾ നമ്മളൊരു ഫോണിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ആപ്ലിക്കേഷൻ വേറൊരു ഫോണിലേക്ക് അതായത് കറക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെറിയ ഫോണിന് ഡെവലപ്പ് ചെയ്ത ആപ്ലിക്കേഷൻ വലിയ ഫോണിന് വരുമ്പോൾ ഫുള്ള് ബ്ലാങ്ക് സ്പേസ് ആയി മാറും. അതേപോലെ തന്നെ വലിയ ഫോണിന് ഡെവലപ്പ് ചെയ്ത ആപ്ലിക്കേഷൻ ചെറിയ ഫോണിലാകുമ്പോൾ കുറേ സൈഡൊക്കെ ആപ്ലിക്കേഷൻ്റെ കട്ടായി പോകും, സ്ക്രീനിൻ്റെ വ്യൂസ് കട്ടായി പോകും. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരാം. അതുപോലെ തന്നെ എന്തുണ്ടാവും, ഡിവൈസസ്, പല ടൈപ്പ് ഓഫ് ഡിവൈസസ് വരുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ആ എല്ലാ ഡിവൈസസിനും ഈ ഒരു ഡാറ്റാബേസ് ആക്സസ് ചെയ്യാനുള്ള സപ്പോർട്ട് കൊടുക്കുന്ന ചാലഞ്ചസ് ഉണ്ടാവും. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഡിവൈസ് ആട്രിബ്യൂട്ട്സ്, ഡിവൈസസ് ആയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഡിവൈസ്, അതായത് ഡിവൈസിൻ്റെ പ്രോപ്പർട്ടീസ്, അതായത് ആ ഡിവൈസിന് നെറ്റിലേക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സെക്യൂർ ആയിട്ടുള്ള ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഫിറ്റ് മോർ ഫംഗ്ഷനാലിറ്റി ഇൻ ടു സിംഗിൾ സ്മോളർ ഡിവൈസ്, അതായത് നമ്മളൊരു വലിയ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ഒരു സെർവർ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ എന്ത് ചെയ്യേണ്ടി വരും, അതായത് അതിൽ പെർഫോം ചെയ്യുന്ന സെയിം ഡാറ്റാബേസ് ഇൻട്രാക്ഷൻസ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു മൊബൈൽ ഡിവൈസിനും ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ ഉള്ള കേപ്പബിലിറ്റി നമ്മളെ മൊബൈൽ ഡിവൈസസിനും ഉണ്ടാവേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് മെയിൻ ആയിട്ടുള്ള ചാലഞ്ചസ് ഒരു മൊബൈൽ DBMS-നുള്ള. ഇതാണൊരു ക്ലയൻറ്റ് സെർവർ മൊബൈൽ ഡാറ്റാബേസിൻ്റെ ഒരു എക്സാമ്പിൾ. അതായത് ഒരു സെൻട്രലൈസ് സെർവർ ഉണ്ട്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഒരു സെൻട്രൽ ഡാറ്റാബേസ് ഉണ്ട്, അതായത് ഈ സെൻട്രൽ സെർവറിലുള്ള ഡാറ്റാബേസ് അത് സെൻട്രൽ ആയിട്ടുള്ള DBMS ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ത്രൂ ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഡാറ്റാബേസിലേക്ക് ആക്സസ് കൊടുക്കുന്നത്. ഇനി ഇവിടെ എന്തുണ്ട്, 2 മൊബൈൽ ഡിവൈസ് ഉണ്ട്, ഒരു ലാപ്ടോപ്പ് ഉണ്ട്, ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്. അതിന് രണ്ടും കറസ്പോണ്ടിങ് ആയിട്ട് മൊബൈൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്, ഒരു മൊബൈൽ ഡാറ്റാബേസ് ഉണ്ട്, അതിൻ്റെ സൈഡിൽ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും എന്താ ചെയ്യുന്നത്, ഈ ഒരു സെൻട്രൽ ഡാറ്റാബേസിനുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഡാറ്റ ആക്സസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, സിമ്പിൾ ആയിട്ടുള്ളൊരു ഇമേജ് ആണ്. ഇനി കുറച്ച് മൊബൈൽ ഡാറ്റാബേസ് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ കുറച്ച് മൊബൈൽ ഡാറ്റാബേസസിൻ്റെ എക്സാമ്പിളാണ്. ഏറ്റവും നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്ത് പരിചയമുള്ളതെന്ന് പറഞ്ഞാൽ SQLite ആണ്. നമ്മൾ കേട്ടിട്ടും യൂസ് ചെയ്തിട്ടും പരിചയമുള്ളത്, കാരണം നമ്മൾ ആൻഡ്രോയിഡിൻ്റെ അകത്തുള്ള ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് ആണ് എന്ത് SQLite എന്ന് പറയുന്നത്. വേറെയുള്ള മൊബൈൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത് Oracle Lite, Sybase SQL Anywhere, Microsoft SQL Server Compact, IBM DB2 Everyplace, DB2E. അതായത് ഇതിലിപ്പോൾ നമ്മൾ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ലൈറ്റ് എന്ന് പറയുന്ന വേർഡ് ഉണ്ട്, കോമ്പാക്റ്റ് എന്ന് പറയുന്ന വേർഡ് ഉണ്ട്. അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം മൊബൈൽ ഡിവൈസസിൻ്റെ
പ്രോസസ്സിംഗ് പവറും സ്റ്റോറേജും ഒക്കെ കുറവായതുകൊണ്ട് തന്നെ അതിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ഒരു വേർഷനാണ് എന്ത് ഈ ഡാറ്റാബേസസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സാധാരണ SQLനെക്കാട്ട് കുറച്ചും കൂടെ മൊബൈൽ ഫ്രണ്ട്ലി, അതായത് പോർട്ടബിളും ആയിട്ടും പിന്നെ അതുപോലെ തന്നെ റിസോഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത് SQLite എന്ന് പറയുന്നത്. സിമിലർലി വിത്ത് അതർ ഡാറ്റാബേസസ്. താങ്ക് യു.